സായ പെൺകുഞ്ഞിനെ മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച അമ്മ പോലീസിന്റെ കസ്റ്റഡിയിൽ. കോട്ടയം സ്വദേശി ശില്പയാണ് ഷൊർണൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ശില്പയുടെ 1 വയസ്സുകാരി മകൾ ഷിഗന്യയാണ് മരിച്ചത്. ശരത്, എന്തൊക്കെയാണ് പോലീസിന്റെ സംശയങ്ങൾ? 1 വയസ്സായ കുഞ്ഞിനെ മരിച്ച നിലയിൽ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഷൊർണൂരായിരുന്നു. ഇതിപ്പോൾ 2 ദിവസത്തിന് മുന്നേ ഉള്ള ഒരു വാർത്തയാണ്. ഇപ്പോൾ അതിന്റെ കുറച്ച് സത്യാവസ്ഥയും കാര്യങ്ങളും എല്ലാം പുറത്തു വരുന്നുണ്ട്. പോലീസ് എന്തായാലും അവർക്ക് ചെയ്തൊരു വലിയൊരു കാര്യമാണ്. കാര്യം ഇത്തരം അപരാധികളെ ഈ ഒരു കാരണവശാലും മാപ്പ് കൊടുക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിനെ, അതായത് ജോലിക്ക് പോകാനായിട്ട് കൊച്ചു തടസ്സമാണ്. അതുകൊണ്ട് കുഞ്ഞിനെ അങ്ങ് കൊന്നു കളഞ്ഞ്. എങ്കിൽ പിന്നെ എന്തിനാ ഈ നാറി ഈ കൊച്ചിനെ ഉണ്ടാക്കിയത്? ഇവക്കൊക്കെ നാണോ മാനോ ഉണ്ടോ? വേറെ ഏതൊരു വായ നോക്കിയിട്ടാണ് റിലേഷൻ ആയിരുന്നു, ഒരുമിച്ച് ലിവിങ് ടുഗദർ ആയിരുന്നു. എന്നിട്ടാണ് ഈ ഒരു പരിപാടി കാണിക്കുക, ആ കൊച്ചിനെ കൊന്നു കളഞ്ഞിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവളെയായിരുന്നു ശരിക്കും ഇങ്ങനെ ചെയ്യേണ്ടത്. ഇവളുടെ അച്ഛനും അമ്മയായിരുന്നു ഇവക്കെതിരെ ചെയ്യേണ്ടിയിരുന്നത്. കാര്യം ഒരു കൊച്ചു കുഞ്ഞിന്, ആ കൊച്ചിന്റെ മുഖത്ത് പോലും ഇത്ര നല്ലൊരു കുട്ടിയാണെന്നറിയാം കാണാനായിട്ട്, ആ കൊച്ചിനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ കാണിക്കുന്നത് ഒരിക്കലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇത്തരം നമ്മുടെയൊക്കെ നാട്ടിൽ ഇത്രയും വിവരം കെട്ട ആൾക്കാരുണ്ടെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എന്തു തോന്നുന്നത്. ഇവളെയൊക്കെ ഇനിയിപ്പോൾ കുറച്ച് ഭക്ഷണവും കൊടുത്ത് വീണ്ടും കൊണ്ടുവന്ന് കുറച്ച് ആൾ ജയിലിലിട്ട് സുഖവാസത്തിന് അവിടെ കൊണ്ടുവന്ന് ഇവളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അടിക്കണം. ഇവളെയൊക്കെ നല്ല അടിയൊക്കെ കിട്ടാത്തതിന്റെ കുഴപ്പമാണ് ഈ കാണിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം. 1 വയസ്സായ പെൺകുഞ്ഞിനെ മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച അമ്മ പോലീസിന്റെ കസ്റ്റഡിയിൽ. കോട്ടയം സ്വദേശി ശില്പയാണ് ഷൊർണൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ശില്പയുടെ 1 വയസ്സുകാരി മകൾ ഷിഗന്യയാണ് മരിച്ചത്. ശരത്, എന്തൊക്കെയാണ് പോലീസിന്റെ സംശയങ്ങൾ? പാലക്കാട് ഷൊർണൂരിലാണ് ഈ കുഞ്ഞിനെ മരിച്ച നിലയിൽ, ഷൊർണൂരിലാണ് ഈ സംഭവം. 1 വയസ്സായ പെൺകുഞ്ഞിനെ മരിച്ച നിലയിൽ ആശുപത്രിയിൽ അമ്മ എത്തിച്ചു. ആ അമ്മയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി. കോട്ടയം സ്വദേശിയായ ശില്പയാണ് ഷൊർണൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ശില്പയുടെ 1 വയസ്സുകാരി മകൾ ഷിഗന്യയാണ് മരിച്ചത്. രാവിലെയാണ് കുഞ്ഞുമായി ശില്പ സർക്കാർ ആശുപത്രിയിൽ എത്തിയത്. അതിനു മുൻപ് ശില്പ കൂടെ താമസിച്ചിരുന്നു ശില്പയുടെ പങ്കാളിയായിരുന്ന യുവാവ് ജോലി ചെയ്യുന്ന തിയേറ്ററിലെത്തി കുഞ്ഞിനെ നിലത്ത് വെച്ച് മടങ്ങാൻ ശ്രമിച്ചിരുന്നു. കുഞ്ഞിനെ ഇയാളുടെ കൈവശം ഏൽപ്പിച്ച് മടങ്ങാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ യുവാവ് അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി കുഞ്ഞിനെയും അമ്മയെയും ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് കുഞ്ഞ് മരിച്ചിരുന്നതായി മെഡിക്കൽ ഓഫീസർ പറഞ്ഞത്. ഇതോടുകൂടി ഈ കുഞ്ഞിന്റെ മരണത്തിൽ ദുരൂഹത സംശയമുണർന്ന പോലീസ് അമ്മയെ കസ്റ്റഡിയിലെടുക്കുകയാണ്. ചോദ്യം ചെയ്യൽ പുരോഗമിച്ചു വരുന്നു. ഷിഹാസ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ശരിക്കുള്ള ന്യൂസ്. ഇങ്ങനെയായിരുന്നു. അതായത് ആ മരിച്ച ആ കൊച്ചിനെയും കൊണ്ട് അവന്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കാൻ നേരത്തെ അത് പോലീസിനെ അറിയിച്ചു. അപ്പം പിന്നെ അമ്മയും കുഞ്ഞിനെയും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് കൺഫേം ആക്കി കൊച്ച് മരിച്ചിട്ടുണ്ട് എന്ന്. അതിനുശേഷം കൊച്ചിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും എല്ലാം വന്നേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടി മരിച്ചതായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ അതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടാവുന്ന കാര്യമുള്ളൂ ഈ തന്തയില്ലാത്തരം ചെയ്തിരിക്കുന്ന ഇവളാണെന്നും. അത് മാത്രമല്ല, ഇതിൽ കുറെ വാട്സാപ്പ് ചാറ്റും കാര്യങ്ങളും ഈ പറയുന്ന കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്ന അവന് അയക്കുന്ന ലാസ്റ്റ് വോയിസ് മെസ്സേജും കാര്യങ്ങളും ഇതെല്ലാം ഇതിന്റെ ഒരു വഴിത്തിരിവായെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് നിങ്ങളത് മനസ്സിലാക്കുക. കാര്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഇത്രയും ക്രൂവലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ജീവിക്കുന്നതെന്ന് ആലോചിക്കും. സ്വന്തം ഇങ്ങനെയൊക്കെ പിന്നെ എന്തിനാണ് ഇവളൊക്കെ ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നത്? സ്വന്തം കൊച്ചിനെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവളൊക്കെ എന്തിനാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്? അതിന് ഒരുപാട് മാർഗമുണ്ട്. ഇപ്പം കൊച്ചുങ്ങൾ ഉണ്ടാകാതിരിക്കുക ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അതൊക്കെ മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊച്ചുങ്ങൾ ഉണ്ടാകത്തില്ല. ഇവക്കൊക്കെ എന്തിന്റെ കഴപ്പാന്ന് തന്നെ ചോദിക്കണം. ഈ ഇത്ര അപരാധികളെ ഒരു കാരണവശാലും വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ. എന്നിട്ട് ഇവളെ ഇനി കൂടി പിടിച്ചുകൊണ്ടിനി ഒരുത്തനും ദൈവത്തെ ഓർത്ത് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് വിരലെന്ന് മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. ജോലിക്ക് പോകാനായിട്ട് തടസ്സം കൊച്ചായതുകൊണ്ട് കൊച്ചിനെ ഞാൻ കൊന്നുകളഞ്ഞിരിക്കുന്നത്. ആണം കെട്ടവള്. ബാക്കിയോടെ കേട്ടു നോക്കാം. മൃതദേഹവുമായി കാറിലാണ് നേരത്തെ ഒപ്പം താമസിച്ചിരുന്ന ആൺസുഹൃത്തായ യുവാവിനെ തേടി ശില്പ ശനിയാഴ്ച രാവിലെ 9:30 ഷൊർണൂരിലെത്തിയത്. കുഞ്ഞിന്റെ ശരീരത്തിൽ ക്ഷതങ്ങളില്ലെങ്കിലും മരണം ശ്വാസം മുട്ടിയാണെന്ന ആന്തരിക അവയവ പരിശോധനാ ഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമാണ് കേസിൽ വഴിത്തിരിവായത്. ജോലിക്ക് പോകുന്നതിന് കുഞ്ഞ് തടസ്സമാകുന്നതിനാലായിരുന്നു കൊലപാതകമെന്നാണ് ശില്പയുടെ മൊഴിയെന്നും പോലീസ് അറിയിച്ചു. ഇന്നലെ ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് മരണം കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന നിലയിൽ ശില്പ ശനിയാഴ്ച പുലർച്ചെ സുഹൃത്തിന് അയച്ച സന്ദേശവും കേസിൽ നിർണായക തെളിവായി. കൊലപാതകത്തിന് ശേഷം കാർ വാടകയ്ക്കെടുത്താണ് കുഞ്ഞിന്റെ മൃതദേഹവുമായി സുഹൃത്തിനെ കാണാൻ ഷൊർണൂരിലെത്തിയത്. യുവാവ് ജോലി ചെയ്തിരുന്ന നഗരത്തിലെ തിയേറ്ററിലെത്തിയ യുവതി അവിടെയും പ്രശ്നമുണ്ടാക്കിയിരുന്നു. പിന്നീടാണ് കുഞ്ഞിനെ ഷൊർണൂരിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതും മരണം സ്ഥിരീകരിച്ചതും. ഇതോടെ യുവതി കസ്റ്റഡിയിലായി. ഷൊർണൂർ ഡിവൈഎസ്പി PC ഹരിദാസൻ, ഇൻസ്പെക്ടർ JR രഞ്ജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഇവള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മാനസിക രോഗിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവൾ ഈ ജോലിക്ക് പോകാൻ തടസ്സം കൊണ്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവൊക്കെ മാനസിക രോഗികളാണ്.
കാര്യം ഇങ്ങനെയുള്ള മാനസിക രോഗമുള്ളവരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു ജോലിക്ക് പോകാൻ തടസ്സമാണെന്നും പറഞ്ഞ് കൊച്ചിനെ കൊല്ലാനെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്ത് ലോജിക്ക് ഇരിക്കുന്നത്? കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം അപ്പൊ ഇവക്കൊന്നും മക്കളുടെ വില എന്താണ്, കുടുംബത്തിന്റെ വില എന്താണെന്ന് പോലും അറിയാതെ ജീവിക്കുന്ന, നാടിന് തന്നെ ശാപമായിട്ട് ജീവിക്കുന്ന അപരാധികളാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ കേസായി, കാര്യങ്ങളായി, ഇനി ജയിലിലോട്ടൊക്കെ കൊണ്ടിട്ട് കുറച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ജയിലിൽ എന്തായാലും കൊണ്ടിടും. ഇവളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇവളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളൊക്കെ നാടിന് ശാപമാണ്. ഇവളൊക്കെ നാടിന് ശാപമെന്ന് തന്നെ പറയത്തുള്ളൂ. എനിക്കിതിനകത്ത് കൂടുതൽ ഈ കാര്യത്തിനകത്ത് എന്താ പറയേണ്ടത്? ഇവളെ പച്ചത്തെറി വിളിച്ചിട്ട് ഇവളൊക്കെ എന്താ വേണ്ടത്? ഇവളെ പച്ചത്തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സത്യം പറഞ്ഞത്. ഈ ഒരു കേസിൽ എനിക്ക് ബേസിക്കലി തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം. അവൻ കൂടെ താമസിച്ച അവനും വിവരം കെട്ടവനായിരിക്കാം, മേ ബി, ഒരു പക്ഷേ. കാര്യം ഇത്രയും ഒരു കൊച്ചിനെ കൊല്ലാൻ വേണ്ടി ഇത്രയും മനസ്സ് വരുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. കാര്യം അവനും ഇതിനകത്ത് കൂട്ടുകയറുന്നേ, അവനെയും പിടിച്ച് അകത്തിടണം. ശരിക്കും ചെയ്യേണ്ടത് അവനെയും ഇതിനകത്ത് അകത്തിട്ടിട്ട് അതാണ് ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം. ഇവിടെ മാത്രം കൊണ്ടിട്ടിട്ടല്ല കാര്യം, അവനെ ഉൾപ്പെടെ കൊണ്ടുവന്നിടണം. ഇതിപ്പോൾ മിക്കയിടത്തും നടക്കുന്ന ഒരു സംഭവമാണ്. ഈ ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരായാലും കൊച്ചുങ്ങൾ ഭാരമാവെന്ന് അറിയുമ്പോഴത്തേക്ക് കൊച്ചുങ്ങളെ കൊല്ലാൻ നോക്കുക. കുറേ സംഭവങ്ങൾ കേരളത്തിൽ, ഇതൊരു പുതിയ കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കേരളത്തിൽ ഒരുപാട് വട്ടം ഇത് ഇങ്ങനെയുള്ള കേസസ് ഉണ്ടായിട്ടുണ്ട്. കാര്യം ഒളിച്ചോടി പോകുമ്പോൾ കൊച്ചുങ്ങൾ ഭാരമാകുമ്പോൾ കൊച്ചുങ്ങളെ കൊന്നു കളയുന്നു. ഒരുപാട് കേസസ് ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പോൾ എന്തായാലും ഒരു കേസ് ഇത് ഒരു കേസായി മാറി. അത് പക്ഷേ ഈ ഒരു കൊച്ചിനോടൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ട്രിഗർ ആവണത്. എന്തു ഈ കാണിക്കുന്നത്? ഇവളൊക്കെ നല്ല രീതിയിൽ വലിച്ചു കീറി എന്ത് പറയണ്ടേ? അപ്പോൾ എന്തായാലും ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള അപരാധികളെ പറ്റിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക തന്നെ ചെയ്യണം. എന്താണ് നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ? കാര്യം എനിക്കറിയാൻ പറ്റി, കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഒപ്പീനിയൻസ് ഉള്ള ആൾക്കാർ. കാര്യം നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യം നിങ്ങൾക്ക് മേ ബി ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളൊന്നും വന്ന് വോയിസ് റൈസ് ചെയ്ത് സംസാരിക്കാത്തത്. അപ്പോൾ എനിവേ എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.